പതിവ് പോലെ റീൽസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എങ്ങനെയുണ്ട്? ഞാൻ നല്ലോണം ഒരുങ്ങിയൊക്കെ ചെയ്തതാണ് കേട്ടോ. റീൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ലോങ് വീഡിയോ ഞാനിപ്പോൾ കുറേ ആയി ഇട്ടിട്ട്. ഇതെൻ്റെ സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്താണ് ഞാൻ എൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി അടുത്ത് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തൊക്കെ പോയി നോക്കണം. അതിനു മുമ്പ് അകത്തൊന്ന് പോയി നോക്കട്ടെ. ഇനി അടുക്കളേൻ്റെ കാര്യമൊക്കെ നോക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അടുക്കളയിലൊന്നും പണിയൊന്നും ബാക്കിയില്ല. ഒരു ചെറിയ 2 പാത്രം മാത്രമേ കഴുകാൻ ബാക്കിയുള്ളൂ. അതിനി അച്ചു വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ തുണിയെല്ലാം അലക്കി വൃത്തിയാക്കി എല്ലാം ചെയ്ത ശേഷം ഒന്ന് പുറത്തേക്കൊന്ന് പോയി നോക്കിയാലോ എന്ന് വിചാരിച്ചു. ഇപ്പോൾ നല്ല വെളിച്ചവും കാര്യങ്ങളാണ് കേട്ടോ. മഴയില്ലാത്തതുകൊണ്ട് നല്ല നല്ല രസമാണ്. അപ്പോൾ മഴയുണ്ടെങ്കിൽ നേരത്തേക്ക് അന്ന് മഴ പെയ്തപ്പോൾ ഭയങ്കര ഇതായിരുന്നു. എൻ്റെ ദൈവമേ, ഒന്നും പറയാനില്ലായിരുന്നു. അച്ഛന് കുറേ ദിവസമായിട്ട് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഒന്ന് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നിങ്ങൾ തന്നെ നോക്കുമ്പോൾ അറിയാം എന്ത് നല്ല വെളിച്ചമാണെന്ന്. പുറത്തേക്കൊന്ന് നോക്കി. ഇവിടുന്ന് നല്ല വ്യൂസാണ് കേട്ടോ കിട്ടുന്നത്. വ്യൂ നല്ല രസമുണ്ട്. അവിടെ അച്ചൂരാട്ടോ. അച്ചൂർ ഭാഗമാണ്. നിങ്ങൾക്ക് വയനാട്ടുകാർക്ക് അറിയായിരിക്കും. അങ്ങനെ ഡാനിക്കുട്ടനെ നോക്കിയപ്പോൾ ഡാനിക്കുട്ടൻ എന്തോ പറയാൻ വേണ്ടി നോക്കിയിരിക്കുവാന്ന് തോന്നുന്നു. ഞാൻ എപ്പോഴും പുറത്തിറങ്ങുമ്പോൾ അവൻ എന്തെങ്കിലും എപ്പോഴും കുറച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നിങ്ങളുടെ ചെടി എന്തായെന്ന് ചോദിക്കുന്നവരൊക്കെയുണ്ട്. അപ്പോൾ ചെടിയുടെ കാര്യം കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ ചെടി കേട്ടോ. ഈ ചെടി ഇങ്ങനെ വളർന്നു പോകുന്നതാണ്. നിങ്ങൾക്കറിയായിരിക്കും. ഇനി എൻ്റെ മറ്റ് ചെടികളെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് മറ്റ് ചെടികൾ. എനിക്ക് ഈ മുറ്റം ഒന്ന് ശരിയാക്കി ഒന്ന് കെട്ടി ഇതാക്കിയിട്ട് വേണം ഇവിടെ ചെടികളും കാര്യങ്ങളും എല്ലാം വെക്കാൻ. ഇപ്പോൾ മുഖത്തൊക്കെ ടാനൊക്കെ അടിച്ചിട്ട് ഭയങ്കര ഇതാണ്. ഞാനൊരു മേക്കപ്പ് ചെയ്തിരുന്നു. അത് തൊട്ട് എൻ്റെ മുഖം ഇതേപോലെയാണ്. നേരത്തെ നല്ല രസമുണ്ടായിരുന്ന മുഖമാണ്. ഇപ്പോൾ കുറച്ച് കറുത്ത് കരിങ്കട്ട പോലെ ആയിപ്പോയി. എന്താണെന്നറിയത്തില്ല. അതുകൊണ്ട് ഞാൻ വിയർപ്പ് ഭയങ്കര തുടയ്ക്കലാണ്. ടവൽ വെച്ചിട്ട് ഇങ്ങനെ മുക്കം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഒരു ടച്ച് കൊടുക്കുന്നില്ല. അല്ലാണ്ട് ഇങ്ങനെ മുഖം ഇങ്ങനെ തുപുത്ത് കളയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ടാനൊക്കെ അടിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നാണ് ബ്യൂട്ടി പാർലറിൽ പോയപ്പോൾ പറഞ്ഞത്. അതിനൊക്കെ നല്ല പൈസയാകും. നമ്മളെ കൊണ്ട് അത്ര എടുക്കാനൊന്നുമില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റൂമിലൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചത്. റൂമിൽ പോയി നോക്കുമ്പോൾ എന്താ അവസ്ഥ? അതിനേക്കാളും കഷ്ടം. ഇഷ്ടം പോലെ തുണികൾ മടക്കാൻ കിടക്കുന്നു. ഇതെല്ലാം മടക്കി വരുമ്പോഴേക്കും വൈകുന്നേരമാകും. കൊച്ചിനെ കൂട്ടാൻ പോകണ്ടേ? കൊച്ചിനെ കൂട്ടാൻ പോകുന്ന തിരക്കിലാണ് ഞാൻ. 3 മണിയാകുമ്പോൾ കുഞ്ഞിനെ കൂട്ടാൻ പോകണം. കുഞ്ഞിനെ കൂട്ടാൻ പോയിട്ട് അവളെ വന്ന് അവൾക്ക് എന്തെങ്കിലും കൊടുത്ത് ഭക്ഷണമൊക്കെ കഴിപ്പിച്ചിട്ട് വേണം അവളെ ഒന്ന് കിടത്തി ഉറക്കാൻ. അങ്ങനെ എല്ലാം ചെയ്ത് അവസാനം ഞാനൊരു മേക്കപ്പൊക്കെ ഇട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. എന്തായാലും ഒരുങ്ങിയതല്ലേ, ഇനി ഒരു പൊട്ടെല്ലാം കുത്തി അങ്ങനെയൊക്കെ പോവാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഒരുങ്ങുന്നതന്നെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഗായ്സ്? ഇപ്പം ഇനി ഒരുങ്ങി എല്ലാം ചെയ്തിട്ട് വേണം ഇനി കുഞ്ഞിനെ കൂട്ടാൻ പോകാം. ആദ്യം ഒന്ന് മുടിയൊന്ന് ശീകി മിനുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും മുടി ഞാൻ ഓരോന്നൊക്കെ ചെയ്ത് ഇപ്പം നല്ല മുടിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുടിയാണ് എനിക്ക്. എൻ്റെ മുടിക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുടി തന്നെയായിരുന്നു. പക്ഷെ എന്നാലും ഈ കളറൊക്കെ അടിച്ച് നല്ലതാക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്ത് എൻ്റെ ആഗ്രഹം നിറവേറ്റി. അങ്ങനെ ഞാൻ കൺമിഷി എല്ലാം എഴുതി. കൊച്ചിന് കൺമിഷി എഴുതുന്ന അതുകൊണ്ട് ഞാൻ എഴുതി ഒരു പൊട്ടെല്ലാം കുത്തി കൊച്ചിനെ കൂട്ടാൻ വേണ്ടി പോകലാണ്. ഇനി വേറൊന്നുമില്ല ഗൈസ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഞാൻ പോയേക്കാം. ഓക്കെ. ഇനി നിങ്ങളുടെ ഇത് മുടിയൊക്കെ മിനുക്കൽ തുടങ്ങി, നിർത്തൂല. ഞാൻ കണ്ണാടി എത്ര കണ്ണാടി നോക്കിയിരുന്നാലും എനിക്ക് മതിയാവില്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. അതെല്ലാ പെണ്ണുങ്ങൾക്കും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഇപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ടാറ്റാ.